സെക്കൻഡ് പോയി. അവൻ അവരോട്ടൊന്ന് ചായ ഇട്ടിട്ട് എല്ലാവർക്കും ചായ കൂടി. മഞ്ജു ചാനലിലെ സബ്സ്ക്രൈബറെ കൂടുതൽ ആയാലും പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ നല്ലപോലെ അവസാനിച്ചു. ഇനി സെക്കൻഡ് ഡേ. എന്നിട്ട് ഞങ്ങൾ ഇന്ന് നൈറ്റ് ഞങ്ങൾ തിരിക്കും വീട്ടിലോട്ട്. ഞങ്ങളെ എല്ലാരും ഒരുങ്ങലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാനുള്ള ഒരുക്കത്തിലാണേ. അപ്പൊ ഇതിലാണ് പറയാ ജീപ്പ് വരും. എന്നിട്ട് ഞങ്ങള് ജീപ്പില് കേറി ഞങ്ങൾ ഫുള്ള് നമ്മളെന്താ എവിടെയൊക്കെ ലൊക്കേഷൻ കൊളുക്കുമല, പിന്നെ എവിടേക്കോ സ്ഥലമുണ്ട്. ശരിക്കും കാശി നല്ല ആക്റ്റീവ് ആട്ടോ. പക്ഷെ നിധുവിനെ കണ്ടപ്പോ കാശിയുടെ ആ എനർജി കണ്ട പോയി. അവനെക്കാട്ട് ആക്റ്റീവായ ഒരാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് പോണം. കാരണം ഹെവി ഫുഡ് രാവിലെ കഴിച്ചില്ല കേട്ടോ. കാരണം കുത്തി കുലുങ്ങാനായിട്ട് ഇനി ഛർദ്ദിക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ബ്രെഡ് ചാമട്ട നീലായിട്ട് നല്ലൊരു ചായ ഇട്ടായിരുന്നു. അതിന്റെ കടുപ്പം കൂടിയിട്ട്. അപ്പൊ അതിന്റെ പകരമായിട്ടൊന്ന് ചായ ഇട്ടിട്ട് എല്ലാവർക്കും ചായ കൊടുത്തിരിക്കണു. എല്ലാം ചെയ്യും. നമുക്ക് ബ്രെഡും ചാമൻ തന്നു. ഞാന് മഞ്ജു ചാനലിലേക്ക് ഞങ്ങളെല്ലാരും കണ്ണട വാങ്ങിയിട്ട് തലേ മാത്രം വെച്ചിട്ടുള്ളൂ. കണ്ണമ്മ വെച്ചിട്ടില്ല. കണ്ണമ്മ വെച്ച പൊട്ടത്തോളം ഉണ്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പറയുന്നേ പറഞ്ഞേ. യെസ്, ട്രക്കിങ്ങിന് പോവാണ്. ട്രക്കിങ്ങിന് പോവാണ് ഗൈസ്. യെസ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി. അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി. നമുക്ക് ട്രക്കിങ്ങിന് പോകുമ്പോ കാണാം ഗൈസ്. അപ്പൊ നമ്മളങ്ങനെ ട്രക്കിങ് എത്തി. ട്രക്കിങ് പോകുമ്പോ കണ്ണടക്കാം. ശ്രീലക്ഷ്മി ഇതാണ് ഞങ്ങളുടെ ട്രക്കിലെ ചേട്ടൻ. പേര് പറഞ്ഞിട്ട് അതെ. ഒരു സബ്സ്ക്രൈബറെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല വൈബ്. അതെ സ്ഥലം എനിക്കറിയില്ല. ചോദിച്ചോക്കട്ടെ. ഫുൾ കോട കേട്ടോ. താഴത്തേക്ക് ഞങ്ങളിപ്പോ ഉള്ളത് കൊളുക്കുമലയിലാണ് ഗൈസ്. എവിടെയാണ്? കൊളുക്കുമല. ഈ കാരണമാണ് എന്താ പറയാനുള്ളത്? എന്താ ഇങ്ങോട്ട് വന്നിട്ട് ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു മോനേട്ട? ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ. ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ചേച്ചേട്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു? സൽമാനിക്ക സൽമാൻ എന്ന സുലൈമാൻ
ഇവനാണ് ഞങ്ങൾ അലൻ ജോസ് പെരേര. നല്ല ഒരു സ്ഥലമായിരുന്നു കേട്ടോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രഞ്ജിത്ത് ഏട്ടനായാലും അനന്തു ഏട്ടനായാലും പിന്നെ സൽമാനൊക്കെ ആയാലും അടിപൊളിയായിരുന്നു കേട്ടോ. അവര് കമ്പനി ആയിരുന്നു. പോരാത്തിന് നമ്മുടെ ട്രിപ്പ് അവർ കളറാക്കി തന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അതിന്റെ മുകളിൽ കയറി അപ്പോൾ എക്കോ പോയിന്റ് കേട്ടോ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് കേട്ടാ അറിയാം. പെട്ടെന്നൊരു മഴ പെയ്തായിരുന്നു. ഇതൊക്കെ നോക്കി നോക്ക്. മഴ ഒന്ന് കിട്ടിയായിരുന്നു. വെള്ള പാന്റ് ചോപ്പ പാന്റായി. മഴ പെയ്തപ്പോൾ നല്ല തണവായി. അപ്പോൾ ചൂട് കൊള്ളിക്കാട്ടോ. അപ്പോൾ ഈ മഞ്ജുച്ചി എന്ത് എപ്പോൾ ഫോൺ എടുത്താലും ഇങ്ങനെ താറ്റ കാണിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സൈലന്റാ. ഈ രഞ്ജിത്താണ് ഏതോ ഒരു ആക്ടറുടെ ഫേസ് കട്ട് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് കമന്റ് ചെയ്യും. നമ്മളിപ്പോ കൊളക്കോല നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റില് പേര് ഡിസ്ട്രിക്റ്റാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 7130 അടി പോയി ഹൈറ്റ്. വേൾഡിലെ തന്നെ ഹൈയസ്റ്റ് ഡീപാൻഡേഷൻ ആണ്. നമുക്ക് കേരളത്തിൽ കൂടെ മാത്രമേ വണ്ടി ഓടിച്ച് വരാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ കൂടെ ആക്സസ് ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂടി കേരളത്തിൽ വന്നിട്ട് നമ്മൾ സൂര്യനിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ ആഴ്ചത്തെ പാക്കേജ് എല്ലാവർക്കും വിളിച്ചാൽ ഈ നമ്പർ നമ്മൾ മടിയിൽ വെക്കാം. സൽമാനുണ്ട്. അലൻ ജോസ് പെരേര ഓടുന്നു. പാന്റിന്റെ മുകളിൽ അട്ട കടിച്ചിക്കണു. അട്ട 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 പിന്നെ നമ്മൾ പോയത് ആൻമേരിയ കൽപ്പിലാണ് എന്നുള്ള അതിലെ ഒരു ദുൽഖർ സൽമാൻ ഒരു മലർമോണിക്ക് പോയില്ലേ, അങ്ങോട്ടാട്ടോ. അതിന്റെ സ്ഥലപ്പേരിക്കൊന്നിന്റെ ഓർമ്മയില്ല. വളരുന്ന ചെടിയാണിത്. ചന്ദന മരമാണ്. നേപ്പാൾ ദേശീയ പുഷ്പമാണ് കേട്ടോ. റോഡോഡെൻഡ്രോൺ എന്ന് പറയും. നമുക്ക് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്താൽ കിട്ടും. ഇവിടെയാണ് എന്റെ ഷൂട്ട് ചെയ്തത്. ഏറ്റവും ഹൈറ്റ്സിൽ മാത്രമേ വളച്ചുള്ളൂ കേട്ടോ. കലിപ്പിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് കേട്ടോ. DQന്റെ ക്യാമിയോണ്ട് വരുന്ന എനിക്ക് എന്റെ ഭർത്താവിന്റെ കയറിങ് എക്സ്പെർട്ട് ആണ് ഗൈസ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് എടുത്തുട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ചിക്കൻ ബിരിയാണി കഴിച്ചേ. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ തന്നെ 4 മണി 4:30 ആയിക്കണു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ സൽമാന് ഒരു 11 മണി 12:30 ആകുമ്പോഴേക്കും ഓട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്താട്ടോ 2 പയ്യന്മാർ ഡ്രോൺ വീഡിയോ എടുക്കേണ്ടി വന്നെ. അപ്പം ഞങ്ങൾ എടുത്തോട്ടോ ഡ്രോൺ വീഡിയോ. ഫുഡ് കഴിക്കാൻ പോവാം. കഴിഞ്ഞത് കൊട്ടിയത് ഇനി കേട്ടിട്ട് വരാം. രാവിലത്തെ ഉച്ചത്തെ ഫുഡ് ശരിയായില്ല. അപ്പൊ രാത്രിത്തെ ഫുഡ് ചുമ പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം.
രാവിലത്തെ ഇല്ല, ഉച്ചത്തെ ശരി, ഉച്ചത്തെ കുഴപ്പമില്ല. ഫോട്ടോ അഭിപ്രായം പറയുന്നു. ആ പറയും. ട്രിപ്പിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് എനിക്ക്. നല്ലൊരു പറ, ട്രിപ്പിന്റെ അഭിപ്രായം പറയേ. എന്താണ് ഭാഗ്യേഷ് പറയും. ഭാഗ്യേഷ് പറയും. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? മഞ്ജുഷ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ മഞ്ജുഷ പറയും. അതെ, ഞങ്ങൾ ചിന്തിക്കുന്നു. ഒന്നിട്ട് കേക്കുണ്ടോ? ഞാൻ അടുത്ത ഭാഗ്യ ചേച്ചി പറയൂ. അതെ, കാലങ്ങളായി ട്രിപ്പ് പ്ലാൻ ചെയ്തു, ഇപ്പോഴാണ് നടക്കുന്നത്. സന്തോഷം മാത്രം. ഞാൻ എന്ന് വിചാരിക്കാത്ത ട്രിപ്പ് നടന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ സൽമാന്റെ സർവീസ്, സൽമാൻ ട്രാവൽസ് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അടിപൊളിയും സൂപ്പറുമാണ് അല്ലേ? സൽമാൻ നല്ല വൈബായിട്ടാണ്. ഞാൻ സീരിയസ് ആയി പറയാണ്, ട്രിപ്പ് സൂപ്പർ ആയി. മോനേടന്റെ അഭിപ്രായം കേൾക്കാം, പറയൂ. ഇങ്ങോട്ട് നോക്കാം. ട്രിപ്പ് ഉഷാറായി. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് അടുത്ത പ്രാവശ്യം പോകണമെന്ന്. എന്തായാലും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഡ്രീമിനെ കൊണ്ടുപോകുള്ളൂ. എത്ര? 10 കൊല്ലം കഴിഞ്ഞിട്ട്. 10 കൊല്ലം കഴിഞ്ഞാലും അടുത്തൊക്കെ റെസ്റ്റ് ഉള്ളൂ. 10 കൊല്ലം? എന്താ 10 കൊല്ലം? എന്താ 10 കൊല്ലത്തിന് കണക്ക്? പോരാട്ടാ, എന്താ 10 കൊല്ലത്തിന് കണക്ക്? എന്താ ഒന്നുമില്ല. ഞാൻ പറയുമ്പോ പറ. ഫ്രണ്ട്സ് മൂഡ്, ട്രിപ്പ് മൂഡ്. ഏത് മൂഡ് ചോദിക്കാ? സൽമാൻ മൂഡ്. സൽമാൻ. ഇത് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.